നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. അപ്പൊ ഇന്ന് തമ്പനയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിലും ഇന്ന് വ്യത്യാസമായിട്ട് നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ആണ്. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ചെയ്യുന്ന പോലെ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് പോലെ തന്നെ കുക്കിംഗ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാണ്. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. ഞാൻ സാധാരണ ചെയ്യുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മഷ്റൂം റോസ്റ്റ്, നമ്മുടെ കൂൺ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ സിമ്പിൾ ആണോ അതോ പാടാണോ, നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണോ എന്നൊക്കെ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മഷ്റൂം ആണ്. ഇത് ബട്ടൺ മഷ്റൂം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് ആ കവറിനകത്തുനിന്ന് ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി എടുക്കാൻ പോവാണ്. അപ്പൊ ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലാണ് കഴുകി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് കഴുകി എടുത്തിട്ട് കാണാം. അപ്പൊ ഞാൻ കൂണെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ഇതുപോലെ സ്കിന്നൊന്ന് പൊളിച്ച് കളയാറുണ്ട് സാധാരണ. അപ്പൊ ഞാൻ ഈ സ്കിന്ന് പൊളിച്ച് മുഴുവനും മാറ്റുവാണ്. ഞാനിത് ഇതുപോലെ ചെറിയ പീസാക്കി മുറിക്കാൻ പോവാണ്. നമ്മുടെ മഷ്റൂം കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇതുപോലെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് മുളക് പൊടിയാണ്. ഇത് നല്ല മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഒരു വലിയ സവോളയും പിന്നെ ഒരു പകുതി ചെറിയൊരു സവോളയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിയതിനു ശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞങ്ങൾ സവോള എന്നാണ് പറയുന്നത്. ഞാനിപ്പോ ശ്രദ്ധിച്ച് സവാള എന്ന് പറഞ്ഞാൽ ഇടയ്ക്കത് സവോളയായി പോകും. അപ്പൊ ഞാനിതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്. അപ്പൊ ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കൂണില് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
സവോള ഇച്ചിരി ഒന്ന് ഒരു ചെറുതായിട്ട് ഒരു റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോ ഇനി ഞാന് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ വേവിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇത് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ മഷ്റൂമിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് കാണും. ഇനി നമുക്ക് ഈ മസാലയുടെയൊക്കെ ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാൻ സാധാരണ കൂൺ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതില് മല്ലിപ്പൊടി ചേർക്കാറില്ല. മിക്കവാറും ആളുകൾ ചേർക്കുന്നതാണെന്ന് എനിക്കറിയാം. കൂണിന് ഓൾറെഡി തന്നെ ഒരു വെള്ളത്തിന്റെ അംശം പോലെ ഒരു വെള്ളച്ചവ ഉണ്ടാവും. അപ്പൊ നമ്മള് മല്ലിപ്പൊടിയും കൂടെ ഇടുമ്പോ അതൊന്ന് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂൺ റോസ്റ്റില് മല്ലിപ്പൊടി ചേർക്കാറില്ല. പിന്നെ ഞാൻ ഗരം മസാലയ്ക്ക് പകരമാണ് ഇവിടെ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാലയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. എനിക്ക് പക്ഷെ പെരിഞ്ജീരകം ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ ചേർത്ത മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മള് ആദ്യമേ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കണം. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഇതില് വെള്ളം ഒഴിച്ച് വേവിക്കുന്ന കാണാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കൂണിൽ നിറയെ വെള്ളത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് വെള്ളത്തിന് ചൊവയായി പോവും. നമ്മുടെ മസാലയൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് തോന്നത്തില്ല. അതിനൊരു വെള്ളച്ചോവ പോലെ തോന്നും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ ഇത് വെറുതെ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂണിൽ ചെറുതായിട്ട് ആ ചൂടൊക്കെ അങ്ങ് തട്ടുമ്പോഴത്തേക്ക് അതിലുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നോളും. അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. ഇതേ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ആ മൂടി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ നമ്മുടെ കൂണിനകത്തുനിന്ന് ഇറങ്ങിയതാണ് ഇത്രയും വെള്ളം. അപ്പൊ ഇനി നമുക്ക് കൂൺ വെന്തിട്ടില്ല, കുറച്ചും കൂടി ആറുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കൂണ് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് തുറന്നു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാന് ഇത് നല്ലതുപോലെ തുറന്നു വെച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നിർത്താം. ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ സാധാരണ ഇതിൽ നമ്മൾ ഇത് വാങ്ങി വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനത് ചേർത്ത് കൊടുക്കാറുന്നത്, ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എരിവൊക്കെ കറക്റ്റാണ്. ഇനി ചേർത്ത് കഴിഞ്ഞാൽ എരിവ് അങ്ങ് ഒരുപാടായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിതിൽ ഫ്രഷായിട്ട് നിറയെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, തീർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിറയെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചും കയ്യിൽ അവൈലബിലിറ്റി അനുസരിച്ചും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ എരിവ് കറക്റ്റായി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പച്ചമുളക് ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പറയണം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കുക്കിങ്ങിൻ്റെ. അപ്പോൾ അഭിപ്രായം എല്ലാം എന്നെ അറിയിക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കൂൺ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.